എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. പ്രവാസി മലയാളികൾ പലരും ഇങ്ങനെ പറഞ്ഞ ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളിൽ മലയാളികൾ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നും ആളുകൾ വിളിക്കുമ്പോൾ അവരായിട്ടുള്ള ഈ ഡിസ്കഷൻസ് എന്നെ സംബന്ധിച്ചും ഒരു ലേണിംഗ് പ്രോസസ്സാണ്. കൂടുതൽ ആളുകൾക്കും അതായത് കോമൺ ആയിട്ട് വന്നിട്ടുള്ള പേഴ്സണൽ ഫൈനാൻസ് തെറ്റുകൾ അങ്ങനെയുള്ള ഒരു 6 എണ്ണം അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് നിസ്സംശയം എനിക്ക് പറയാം, വീട് എന്നുള്ളതാണ്. അതായത് അവിടെ പുറത്തു പോയി സമ്പാദിക്കാൻ തുടങ്ങി കുറച്ച് കയ്യിൽ കാശ് വരുമ്പോഴേക്കും നാട്ടിൽ വലിയൊരു വീട് പണിതു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്നത്? നാട്ടിലൊരു ഹൗസിംഗ് ലോൺ എടുത്തു, ഇവിടെ EMI അടയ്ക്കണം, അവിടെ താമസിക്കുന്ന ആ രാജ്യത്ത് വലിയ ചിലപ്പോൾ വാടകയും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മുടെ രണ്ടും കൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ മൊത്തം ടൈറ്റായി, വേറെ പല സേവിങ്സിനും കയ്യിൽ കാശില്ല. അപ്പൊ ഈ വീടെന്ന് പറയുന്ന ഈ ഒരു കെട്ടിടം അത് ആക്ച്വലി ഇറ്റ്സ് എ ഡെപ്രീഷിയേറ്റിംഗ് അസെറ്റ്, മൂല്യം കുറയുന്ന ഒരു ആസ്തിയാണ്. പിന്നെ വർഷങ്ങളോളം നിങ്ങൾ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി അങ്ങോട്ട് കാശ് ചെലവാക്കുന്നുണ്ട്. തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴോ ഈ വീട് ഈ ഒരു കോലത്തിലും ഈ ഒരു സൈസിലും ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ആ സ്ഥലം തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ അറിയോ, പല രാജ്യങ്ങളിലും അവിടെ വളരെ കൂടുതലാണ് വാടക. അപ്പൊ ആ വാടക കൊടുക്കുന്നതിന് പകരം അവിടെ നിങ്ങളൊരു 10 വർഷമൊക്കെ താമസിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വീട് വാങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് നാട്ടിലൊരു വീട് വാങ്ങിയാൽ അതുവരെ നിങ്ങൾക്ക് ഉള്ള ആ പൈസ നന്നായിട്ട് സേവ് ചെയ്യാനും പറ്റിയാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ വളരെയധികം ബെറ്റർ ആവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു നാട്ടിലൊരു വീട് വെച്ചേ തീരൂ എന്നുള്ളത് വളരെ അത്യാവശ്യമാണെങ്കിൽ അത് ചെയ്യണം. പക്ഷേ ഒരു സാമാന്യം താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ വലിയ ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് നേരത്തെ കൂട്ടി ചെയ്യരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് നാട്ടില് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നതാണ്. അതായത് മിക്കവാറും നമ്മൾ നോക്കിയാൽ അവർക്ക് പുറമെ രാജ്യങ്ങളിൽ പ്രവാസികൾക്ക് അവർക്ക് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ അത് കവറേജ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ജോലിയിൽ ഒരു ബ്രേക്ക് വന്നാലോ അവിടെ നിങ്ങളുടെ എംപ്ലോയറിന്റെ കവർ ഉണ്ടാവില്ല. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടോ ആ സമയത്ത് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ നേരത്തെ വന്നാൽ ചിലപ്പോൾ ഇൻഷുറൻസ് തന്നെ കിട്ടില്ല. ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ പറയാനുണ്ട്, നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പോലെ ഏറ്റവും ആക്സസബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടും നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിക്കൽ കെയർ ലോകത്ത് പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ കാര്യമായിട്ടൊരു അസുഖം വരുന്ന സമയത്ത് നാട്ടിലേക്ക് വരാൻ തന്നെയാണ് കൂടുതൽ പ്രവാസികളും നോക്കുന്നത്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അർത്ഥയിൽ വന്നാൽ ഞങ്ങൾക്ക് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നമുക്ക് അവിടെ പുറമെ രാജ്യങ്ങളിൽ നിങ്ങൾ സമ്പാദിച്ചിട്ട് അത്യാവശ്യം കയ്യിൽ കാശ് വരുന്ന സമയത്ത് പലരും റിസ്ക് എടുത്ത് പല ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ആബ്സെന്റി മാനേജ്മെന്റ് ആണ്. നിങ്ങൾ അവിടെയും ചിലപ്പോൾ നാട്ടിലാണ് ബിസിനസ് തുടങ്ങുന്നത്, പിന്നെ പലതരത്തിലുള്ള പാർട്ട്ണർഷിപ്സിൽ കയറിയിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് റിസ്കുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് ബിസിനസ്സുകൾ ഫെയിൽ ആവുന്നുണ്ട്, പലതും എങ്ങനെയോ തട്ടിമുട്ടി പോകുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു എക്സിറ്റ് ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല നല്ല കമ്പനികളിൽ നമുക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റാത്ത പല മേഖലകളിൽ പോലും ഏറ്റവും നല്ല കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ നോക്കിയിരുന്ന വേറെ കമ്പനികളൊക്കെ അവര് ബിസിനസ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കി തരും. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ചൂടെ? നാലാമത്തെ മിസ്റ്റേക്ക്, നിങ്ങളൊരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ ഭൂമി വാങ്ങിയിടുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഫ്രണ്ട് തന്നെ മകന് മെഡിസിന് പോകണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, ആ സമയമാകുമ്പോഴേക്കും വിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ഭൂമി വാങ്ങിയിട്ടു. ആ സമയമായപ്പോൾ ഭൂമി വിൽക്കാൻ പറ്റണ്ടേ? അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ച വിലയ്ക്ക് വിറ്റ് പൈസ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആവശ്യമുണ്ട് എന്നുള്ള ഫിനാൻഷ്യൽ ഗോൾസിന് ഒരിക്കലും ഇങ്ങനെയുള്ള ഇല്ലിക്വിഡ് അസറ്റ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നല്ല രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരുപാട് ഡിജിറ്റൽ അസറ്റ്സ് ഇന്ന് അവൈലബിൾ ആണല്ലോ. പിന്നെ ഭൂമി ഇടപാടുകളിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും കയ്യിൽ കുറെ വരുന്ന എന്തറിയോ, കറൻസിയാണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, റിസ്ക്കുമാണ്. ഈ ഒരു വിഷയത്തിൽ അർത്ഥയിൽ വന്നാൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. വെരി സോറി. അഞ്ചാമത്തെ മിസ്റ്റേക്ക്, പ്രവാസികൾ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ബാങ്കുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ബാങ്കുകാരും ഇൻഷുറൻസ് ഏജന്റുമാരും പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ അതിൽ പിന്നിൽ പല വിഷയങ്ങൾ ഉണ്ടായിരിക്കും. അതായത് എത്ര വർഷം അടച്ചേ തീരൂ എന്നുള്ള കമ്മിറ്റ്മെന്റ്. അത് എന്തെങ്കിലും കാരണവശാൽ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇട്ട പൈസയിൽ നിന്ന് പലതും നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു വിഷയം.
പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇത്രയേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഉള്ള പല കണ്ടീഷൻസ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സിൽ പല പ്രവാസി മലയാളികളും കയറിയിട്ട് ഇവിടെ പ്രശ്നം വരുന്നത് എവിടെ അറിയോ? ആർക്കും അവരവരുടെ ജോലിയിലോ ബിസിനസ്സിലോ 100% ഗ്യാരണ്ടി ഒന്നും ഇല്ല അല്ലേ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വരുമാനം നിന്ന് പോയാൽ എന്ത് സംഭവിക്കും? ഈ വക പ്രോഡക്ട്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. പിന്നെ എന്തൊരു വിഷയം വെച്ചാല്, നിങ്ങൾക്ക് വേണ്ട സമയത്തായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതും. കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 30-35 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, 40-45 വയസ്സാകുമ്പോഴേക്കും പൈസ പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോഴല്ല നിങ്ങൾക്ക് പൈസ പുറത്ത് വേണ്ടത്, നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാണ് പൈസ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്രോഡക്ട്സ്, നല്ല പ്രോഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിങ്ങൾ ഏത് സമയത്താണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ പേ ഔട്ട് നിങ്ങൾ പുറത്തെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 6ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മിസ്റ്റേക്ക് ഞാൻ കണ്ടത് എന്താ അറിയോ? റിട്ടയർമെന്റ് പ്ലാനിങ് ഫണ്ട്സിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനുശേഷം ഒരു 30-40 വർഷം നമ്മൾക്ക് ഇവിടെ ജീവിക്കാനുണ്ട് എന്നുള്ളത് പലരും മറന്നു പോവാണ്. അപ്പൊ അവിടെ നമ്മൾ സമ്പാദിച്ച പൈസ മുഴുവൻ നമ്മൾ വീട്ടിലിട്ടു, മക്കളെ പഠിപ്പിച്ചു, കല്യാണങ്ങൾ നല്ല ലാവിഷായിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് മാസം നമുക്ക് ജീവിച്ചു പോണ്ടേ? അപ്പൊ നമ്മളൊരു പ്രവാസി ജീവിതം, നമ്മളൊരു പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈൽ നമ്മൾ യൂസ്ഡ് ആയിരിക്കും. തിരിച്ച് നാട്ടിൽ വന്നാലും ഒരു ഭേദപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇവിടെ വേണ്ടേ? അത് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു പ്രഷറാണത് അല്ലേ. അപ്പോൾ ഓരോ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം കൂടുമ്പോഴും നിങ്ങളുടെ ജീവിത ചെലവുകൾ ഡബിൾ ആവും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു 30-40 വർഷത്തേക്ക് എനിക്ക് ജീവിക്കേണ്ടി വന്നാൽ അതിനുള്ള ഫണ്ട് നമ്മൾ കരുതണ്ടേ? അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ടി നേരത്തെ സേവ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കാര്യം കൂടെ പറയാം, ഐ എം എ സർട്ടിഫൈഡ് റിട്ടയർമെന്റ് പ്ലാനിങ് സ്പെഷ്യലിസ്റ്റ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നല്ല തീരുമാനം എടുക്കുകയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നത്. പക്ഷെ അത് പിന്നീട് തെറ്റിപ്പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നല്ലവണ്ണം ചിന്തിച്ച് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇപ്പൊ പ്രവാസി മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ഡെസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അല്ല, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നിരിക്കാം.